എമ്പുരാൻ കേരളം കണ്ട ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയായി വരികയാണ്. മലയാളികളോട് പ്രേക്ഷകരോട് പറയാം, കാരണം ഈ സിനിമ നെഞ്ചിലേറ്റ് വിജയിപ്പിക്കേണ്ടത് മലയാളത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇത് വിജയിച്ചേ മതിയാവും, കാരണം മലയാള സിനിമയ്ക്ക് ഒരു അംഗീകാരം കിട്ടാൻ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ പടത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച്? സാധ്യത എന്ന് വെച്ചാൽ പടം നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്ടർ എന്ന രീതിയിൽ ഏറ്റവും നല്ല ഒരു ഡയറക്ടർ എന്ന് നിരൂപിക്കാൻ കഴിവുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഈ എമ്പുരാൻ്റെ ശ്രീ പൃഥ്വിരാജ് കാണിച്ചിട്ടുള്ളത്. ആ പൃഥ്വിരാജിൻ്റെ അവർ ത്രൂ ഔട്ട് ഭയങ്കര, അതായത് ഈ പടം നിന്ന് പോകുന്നതുകൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഇത് ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എന്നെ ആശ്രയിച്ച് എന്നെ ഏത് രീതിയിലാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് തോന്നി. കാരണം അവർ അങ്ങനെ അധ്വാനിച്ച് നല്ലൊരു ഫിലിമാക്കി മാറ്റിയതാണ്. അതിന് വേറെ രീതിയിലാകാൻ പാടില്ല എന്ന രീതിയിലാണ് ഞാനും ചിന്തിച്ചത്. എൻ്റെ സുഹൃത്തുക്കളാണ് ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ വലിയ ആരാധികയാണ്. അപ്പം മാത്രമല്ല അവർ സഹോദരൻ ഇന്ദ്രജിത്ത് നമ്മളൊരു നല്ല സുഹൃത്താണ്. അത് എൻ്റെ ഒരു പടത്തിൽ വേറെ പടത്തിൽ അഭിനയിച്ചാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം ഞങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സിനിമ ഇത്രയും കോടികൾ പിരിക്കണം, നമുക്കൊരു 200 കോടി വരുമാനമൊക്കെ വരണം, അതിന് മുകളിലേക്ക് പോകണം. 200 കോടി 300 കോടി ബോക്സിലൊക്കെ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷകൾ. അങ്ങയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നിർമ്മാതാവ് എന്നുള്ളതിൽ? എമ്പുരാൻ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ തരുന്ന ഒരു സിനിമയാണ്. റെക്കോർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 48 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റൊഴിഞ്ഞെന്നാണ്. അത് വലിയ ചരിത്രം മലയാള സിനിമയിൽ. അതുമാത്രമല്ല, ലോകത്തിൽ ഇന്ത്യ വിട്ടുള്ള രാജ്യങ്ങൾ എത്രയോ കോടിക്കണക്കിൽ വിറ്റ് കഴിഞ്ഞു. 150 ലക്ഷം ടിക്കറ്റ് വിറ്റ്, 150 ലക്ഷം ടിക്കറ്റുകൾ വിറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. ജനങ്ങളത് എന്തോ ഒന്ന് വരുന്ന മാതിരിയാണ് തോന്നുന്നത്. ജനങ്ങൾ ഒരു നന്മക്കൊരിതുണ്ടാവും. അപ്പോൾ എന്തിനും വരുമ്പോൾ ഒരു നല്ലത് വരാൻ സമയത്ത് നമുക്കൊരു തോന്നുന്നൊരു ഫീലിംഗ് ഇല്ല. ആ ഫീലിംഗ് എനിക്കുണ്ട്. ഈ സിനിമാ പ്രവർത്തകരുമായിട്ട് ഞാൻ മിക്കവാറും സിനിമാ സംവിധായകരോടും നിർമ്മാതാക്കളോടും സംസാരിക്കും. എന്തിനേറെ നമ്മുടെ കൃഷ്ണമൂർത്തി ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ഈ ഗോകുലം ഈ സിനിമയിൽ എൻട്രി ചെയ്തപ്പോൾ വന്നൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതൊരു വൻ പബ്ലിസിറ്റിയാണ്. എന്നെ സംബന്ധിച്ചോളം കൃഷ്ണമൂർത്തിയാണ് ഈ സിനിമ. കാരണം കൃഷ്ണമൂർത്തി ഒരു PhD കൊടുക്കുകയാണെങ്കിൽ സിനിമയിൽ PhD ഒരു 10 PhD കൊടുക്കുക. അതാണ് അത്രയും അത് കഴിവുള്ള, അതായത് സിനിമ എന്ന് മാത്രം കൊണ്ട് ജീവിക്കുന്നത്. കൃഷ്ണമൂർത്തി എന്നോട് പറയായിരുന്നു, ഈ ഗോകുലം എൻട്രി ചെയ്തപ്പോൾ ഈ സിനിമയുടെ ഒരു ബിൽറ്റപ്പ് വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റിയിലേക്ക് മാറിയെന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഗോകുലത്തിൽ അവനൊരു സിനിമ പ്രേമിയാണ്. സിനിമയിൽ സാങ്കേതിക നല്ല കഴിവുണ്ട്. എന്നാലും അതിൻ്റെ സന്ദർഭങ്ങളില്ലാതെ, പക്ഷെ ആ സന്ദർഭം എനിക്ക് കൊടുക്കാൻ വരാൻ പറ്റി. എമ്പുരാൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്ന കൃഷ്ണമൂർത്തിക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു. കൃത്യം. അത് കാരണം ഇത് എനിക്ക് എൻ്റെ ബന്ധങ്ങൾ ഇവരൊക്കെ ഉണ്ടെങ്കിലും അത് പ്രായോഗിക രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരാൾ വേണം, കോർഡിനേറ്റർ. അതിന് കൃഷ്ണമൂർത്തി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു.